ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മുമ്പായിട്ട് ഒരു കമ്മിറ്റി ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചിരുന്നു, തിരുവിതാംകൂർ ഗവൺമെൻറ്. ആ നിയോഗിച്ച സമയത്ത് അതിൽ 7ാമത്തെ മെമ്പറുടെ പേര് എഴുതിയിരുന്നില്ല. പകരം എഴുതുന്നത് തരണല്ലൂർ നമ്പൂതിരിപ്പാട് നിർദ്ദേശിക്കുന്ന ഒരു മഹാൻ എന്നാണ്. അതായത് തരണല്ലൂർ നമ്പൂതിരിപ്പാട് തീരുമാനിക്കും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ. ആ പ്രതിനിധിയാണ് തരണല്ലൂരിന് വേണ്ടി പങ്കെടുക്കുക. അതല്ല തരണല്ലൂർ നേരിട്ട് വരുന്നില്ല. അപ്പോൾ തരണല്ലൂർ നമ്പൂതിരിപ്പാട് ഈ സമിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിർദ്ദേശിച്ചത് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയാണ്. അന്നത്തെ നമ്മുടെ പട്ടാമ്പി സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു. വളരെ ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പുരോഗമനപരമായ കാഴ്ചപ്പാടൊക്കെ വെച്ച് പുലർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു. സംസ്കൃതമൊക്കെ എല്ലാ ജാതിക്കാരെയും ജാതി വ്യത്യാസം കൂടാതെ പഠിപ്പിക്കുക, മതവ്യത്യാസം കൂടാതെ പഠിപ്പിച്ച ആളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു കറുത്ത ഏടായിട്ടാണ് ഇവരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തയ്യാറാക്കി ഈ ക്ഷേത്രപ്രവേശന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അത്രയ്ക്കും ഭീകരമായ രീതിയിൽ തരണല്ലൂരിന് വേണ്ടി എന്തുകൊണ്ട് അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ, എന്തുകൊണ്ട് അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകിക്കൂടാ എന്ന് പല നിലകളിൽ വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന 12 അധ്യായങ്ങളുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് തരണല്ലൂരിൻ്റെ പ്രതിനിധി അവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പുരോഗമനം വ്യക്തമാവും. അങ്ങനെ ഇവർ സത്യത്തിൽ ക്ഷേത്രപ്രവേശനം ഒരു ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഈ അന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാർക്കും അല്ലെങ്കിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പഠനമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നടന്നിട്ടുണ്ടാവുക. അതിനെ നിരാകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച് ഒന്ന് രണ്ട് വാദങ്ങൾ. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിന് ശ്രുതി സ്മൃതി പുരാണങ്ങളുടെ ഒന്നും സമ്മതമില്ല എന്നുള്ള വാദം അവർ പറയുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വൈകാനസ ധർമ്മസൂത്രം, മനുസ്മൃതി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉദ്ധരിച്ച് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതിനേക്കാൾ വളരെ വളരെ എന്താ പറയുക, നമുക്ക് കൗതുകകരമെന്ന് പറയാവുന്ന ധാരാളം പോയിന്റ് ഇവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരു 5 കാര്യങ്ങളെ ഇവർ ക്രോഡീകരിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണർക്ക് ഇപ്പോൾ ആചാരപ്രകാരമുള്ള അതിർത്തിയിൽ കുറേ കൂടി മുന്നോട്ട് പ്രവേശനം കൊടുക്കുക, അവർണർക്കും സവർണർക്കും പ്രത്യേക കൃത്യസമയം വെച്ചിട്ട് കൊടുക്കുക, പിന്നെ ഗവൺമെൻറ് വക ക്ഷേത്രങ്ങൾ ചിലത് മാത്രം അവർക്ക് കൊടുക്കുക, അവർണർക്ക് മാത്രമായി ചിലതും സവർണർക്ക് മാത്രമായിട്ട് നീക്കി വയ്ക്കുക. പിന്നെ അവർ പറയുന്നത് അവർണരെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ സഹായിക്കുക. ഇതിന് ആദ്യത്തെ 4 കാര്യം ഇദ്ദേഹം തള്ളുകയാണ്. ഒരു കാരണവശാലും അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുന്ന സ്ഥലം മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കാനോ പ്രത്യേക സമയത്തോ ദിവസങ്ങളോ അനുവദിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവർ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതായാൽ താൽക്കാലികമായും നിശ്ചയമായും സംഭവിക്കുന്ന ഫലങ്ങളെപ്പറ്റി അവൻ പറയുന്നത് അവർണർക്ക് അനുവദിച്ച് കിട്ടിയ അവകാശത്തെ അവർ ഉപേക്ഷിക്കില്ല, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാത്രം അതാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അധികാരം ഇതോടുകൂടി അവർണ വിഭാഗത്തിൻ്റെ കയ്യിലുള്ള അധികാരം അവർണ വിഭാഗത്തിൻ്റെ കൈമാറും, നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും എന്നുള്ള ആശങ്കയുണ്ട്. അതിനേക്കാൾ ഉപരി പറയുന്നത് അവരുടെ പ്രവേശം ഉൽപാദന നിമിത്തമാവും, ദേവസാന്നിധ്യം അതിനാൽ നശിക്കും. അവർണർ പ്രവേശിച്ചാൽ ദേവസാന്നിധ്യം നശിക്കും, ക്ഷേത്രം അശുദ്ധമാകും, അപ്പോൾ പൂജ മുതലായവ നടത്താൻ പാടില്ലാതെയാകും. ഈ വാദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ തന്ത്രി പറയുന്നത്.